ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ബസ് കയറിയേക്കാണ്. എല്ലാവർക്കും എഡ്യൂക്കേറ്റിന്റെ അൺഒഫീഷ്യൽ ട്രിപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള സ്റ്റാഫുകളെയും കൂട്ടി നമ്മൾ അങ്ങനെ വയനാട്ടിലേക്ക് പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിബിൻ സാർ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. സാറാണ് നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ. സുന്ദരന്മാരിൽ സുന്ദരൻ ആഷിഖ് സാർ ഇവിടെ തന്നെ ഉണ്ട്. ദിൽഷാദിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ജോലിക്ക് കയറിയിട്ട്. അന്ന് തന്നെ ട്രിപ്പും പോവാണ്. അബൈമോൻ ഇവിടെ തൊട്ടപ്പുറം തന്നെ ഉണ്ട്. അനഘ പിന്നെ ജോൺസിനെ ഫാനാണ്. എപ്പ കണ്ടാലും ഇത് ഇങ്ങനെ കാണിക്കും. അങ്ങനെ ട്രിപ്പിന്റെ പൊലിവിൽ നിങ്ങൾ പാട്ടും ഡാൻസും പരിപാടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഏറ്റവും തീയായിട്ട് നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് സത്യ സാർ. സാറ് എല്ലാ ട്രിപ്പിലും ഫുൾ ഓൺ ആയിരിക്കും. രണ്ടാമത്തെ ആള് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അവിനാഷ് ബ്രോ ആണ്. അവിനാഷ് ബ്രോ ആണ് ഞങ്ങളുടെ കൊച്ചി ബ്രാഞ്ചിലെ സാറ്. ഞങ്ങളുടെ CMO. എങ്ങനെയുണ്ട്? തീയല്ലേ? പിന്നെ ഡാൻസായി പാട്ടായി മൊത്തത്തിൽ പിന്നെ പറയണ്ടല്ലോ. ഒരു ട്രിപ്പായി എന്തൊക്കെ ഉണ്ടാവും അത്രയും അലമ്പ് ഞങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി. ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഞാനല്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കമ്പനി CEO ഷാരോൺ സാറ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറ് ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മീറ്റിംഗിന്റെ സത്യങ്ങൾ നമ്മൾ അയച്ചു വിടുകയാണ്. അങ്ങനെ അടിവാരത്തിലിപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഹർഷിച്ചൊക്കെ ഫുഡായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞേക്കണത്. സിംഗിൾ ബിരിയാണി. അത് കഴിക്കാനുള്ള ത്രാനേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. യമുന മാത്രം വെറൈറ്റിക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞാൻ ഇവിടെ സൈഡ് ആയിട്ടുണ്ട്. ബസ്സിലാണ് എല്ലാവരും അന്താക്ഷരി കളിക്കുന്നതിന്റെ പരിപാടികളിലാണ്. അങ്ങനെ അന്താക്ഷരിയും കളിച്ച് വയനാട്ടിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ ജീപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് നേരെ റിസോർട്ടിലേക്കാണ്. റിസോർട്ടിലേക്ക് ബസ്സൊന്നും ചെല്ല, ജീപ്പേ ചെല്ലു. അപ്പോൾ നമുക്ക് ജീപ്പിൽ അങ്ങ് വച്ച് പിടിക്കാം. എല്ലാവരും ബാഗൊക്കെ ആയിട്ട് തിക്കി നെരിങ്ങിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. നല്ല രസമാണ് ഇങ്ങനെ പോവാട്ടോ ജീപ്പിൽ. അനേകന്റെ എപ്പോഴും മുഖത്ത് പുച്ഛാണ്, പുച്ഛത്തോട് പുച്ഛം. അങ്ങനെ ഡ്രൈവറായിട്ട് സ്കിൽഫുൾ ആയിട്ട് ഓടിച്ച് ഞങ്ങൾ റിസോർട്ട് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി റിസോർട്ടിലെ വിശേഷങ്ങളും കഥകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.